ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അഹാന കൃഷ്ണ ഈ ഒരു വീഡിയോയിൽ എഫർട്ട്ലെസ് ആയിട്ട് ധരിച്ചിരിക്കുന്ന ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ റേറ്റ് ചെക്ക് ചെയ്യാം. ദീപാനിക്ക് ബ്രാൻഡിൻ്റെ ഔട്ട്ഫിറ്റാണ് ധരിച്ചിരിക്കുന്നത്. കൊറ മോഡൽ സിൽക്ക് കഫ്താൻ ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. സ്മാർട്ട് ബട്ടൺ ഡൗൺ ഡിസൈനാണ് വരുന്നത്. ഫുള്ളി ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആൻഡ് ലൂസ് ഫിറ്റ് ഔട്ട്ഫിറ്റാണ്. അതുപോലെ തന്നെ ഫാബ്രിക് വരുന്നത് മലായ് കോട്ടൺ ആണ്. ഭയങ്കര എലഗൻറ്റ് ലുക്കാണ് കേട്ടോ ഈ ഒരു ഔട്ട്ഫിറ്റിന്. ഇത് നമുക്ക് പല രീതിയിലും വെയർ ചെയ്യാൻ പറ്റും. ബട്ടൺ ഇതുപോലെ ഫുള്ളി ഓപ്പൺ ചെയ്തിട്ടും വെയർ ചെയ്യാൻ പറ്റും. ഈ ഒരു ബ്രാൻഡിൽ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് കാണിക്കുന്നത്. ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് 5650 രൂപ. അപ്പോൾ നമുക്കിത് റീക്രിയേറ്റ് ചെയ്താലോ? ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിക്കൊണ്ട് നമുക്കിത് വീട്ടിലിരുന്നു കൊണ്ട് റീക്രിയേറ്റ് ചെയ്തെടുക്കാം. ദീപാനിക്ക് വെബ്സൈറ്റിൽ ഞാനിത് ചെക്ക് ചെയ്യുന്ന സമയത്ത് കുറേ മോഡൽസ് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഒക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് കാണിക്കുന്നത്. ഈ ഒരു കഫ്താൻ കുർത്തിയുടെ സെയിം മോഡലാണ് കേട്ടോ ഞാനിന്ന് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്കും കൂടെ ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ സെയിം മോഡലിലാണ് ഈ ഒരു കഫ്താൻ കുർത്തി ചെയ്തെടുത്തിട്ടുള്ളത്. കോളറിനൊക്കും അതുപോലെ തന്നെ ഫ്രണ്ടിൽ ബട്ടണും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഷർട്ട് മോഡലാക്കിയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. താഴെ ഈ ഒരു ഭാഗത്തും ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സ് ഇതാ ഈ ഒരു പാറ്റേണിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. കാണാനും അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ഔട്ട്ഫിറ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിത് സെറ്റായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ പാൻറ്റും ഷോളും വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ക്ലോത്ത് എന്ന് പറയുന്നത് മസ്ലിൻ സിൽക്കാണ് കേട്ടോ. ടോപ്പ് ബോട്ടം ഷോള് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക് സെറ്റായിട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പം മസ്ലിൻ സിൽക്കും മൊഡൽ സിൽക്കും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ ഒരു മസ്ലിൻ സിൽക്ക് ഞാൻ വാങ്ങിയിട്ടുള്ളത്. മൊഡൽ സിൽക്കിന് നമുക്ക് 500 മുകളിലാണ് മീറ്റർ പ്രൈസ് വരുന്നത്. മസ്ലിൻ സിൽക്കിന് നമുക്ക് 150 രൂപയൊക്കെയാണ് മീറ്ററിന് പ്രൈസ് വരുന്നത് കേട്ടോ. അപ്പം ഞാനിത് സെറ്റായിട്ട് വാങ്ങിയിട്ടുള്ളത് 2.5 മീറ്റർ ടോപ്പിന്, 2 മീറ്റർ ബോട്ടം, ഷോള് 2.25 മീറ്റർ, ഇങ്ങനെ സെറ്റായിട്ട് വാങ്ങിയിട്ട് എനിക്ക് 1200 റുപ്പീസാണ് കേട്ടോ ആയിട്ടുള്ളത്. ടോപ്പിൻ്റെ പീസിനെ ഇതുപോലെ 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ആദ്യം ലെങ്ത്താണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു കുർത്തിയുടെ ലെങ്ത്ത് 45 ഇഞ്ചസാണ് കേട്ടോ എനിക്ക് വേണ്ടത്. അപ്പോൾ തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് ഞാനിവിടെ 47 ഇഞ്ചസാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 2.5 മീറ്റർ ഇത്രത്തോളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ലെങ്ത്ത് ഇവിടെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗവും ഞാൻ ആ ഒരു ക്ലോത്തിനെ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് എക്സ്ട്രാ വന്നതൊക്കെ കട്ട് ചെയ്തിട്ട് ലെവലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ഷോൾഡറും ആം ഹോളും മാർക്ക് ചെയ്തെടുക്കുന്നത് പോലെയല്ല ഈ ഒരു കഫ്താൻ കുർത്തിക്ക് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. നമ്മുടെ ഒരു കൈമുട്ടിൻ്റെ അവിടെ നിന്ന് ഷോൾഡറിൻ്റെ അതിലൂടെ മറ്റേ കൈമുട്ട് വരെ വരുന്നൊരു ലെങ്ത് ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത്. ഇപ്പോൾ എനിക്ക് ടോട്ടൽ 20 ഇഞ്ചസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം മുഴുവനായിട്ടും അങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ എഡ്ജിലായിട്ട് സ്ലീവ്സിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. സ്ലീവ്സിൻ്റെ ബോർഡറാണ് കേട്ടോ ആ ഭാഗത്ത് വരുന്നത്. ഞാനൊരു 8 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ ചെറുതായിട്ട് നമ്മുടെ ആം ഹോളൊക്കെ വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ഷോൾഡറും ആം ഹോളൊക്കെ വരുന്ന ഭാഗം ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ആ ഒരു വിടുത്ത് നോക്കാനായിട്ടാണ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വേസ്റ്റ് ലെങ്ത്തും അതുപോലെ തന്നെ ഹിപ്പ് റൗണ്ടും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ഷേപ്പ് ചെയ്യാതെ തന്നെ ഇത്രയും ലെങ്ത്തായിട്ട് അങ്ങ് എടുക്കുക കേട്ടോ. ഇത് നല്ല ലൂസ് ഫിറ്റാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം ആ ഒരു ഭാഗം ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ വേസ്റ്റിൻ്റെയും ഹിപ്പിൻ്റെയും ആ ഒരു മാർക്ക് ഞാൻ ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് ഉള്ളിലേക്ക് കുഴിച്ച് ഇതുപോലെ സ്ലീവ്സിൻ്റെ അവിടെ നിന്ന് ഇതുപോലെ ഒന്ന് വരച്ചിട്ട് പിന്നെ താഴേക്ക് ഇതുപോലെ ഒന്ന് ആ ഒരു കർവിലായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും ആണ് ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ആയിട്ട് വരുന്നത് കേട്ടോ. ഈ ഒരു ഭാഗം നമുക്ക് ഇനി കട്ട് ചെയ്ത് മാറ്റാം. ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കഫ്താൻ കുർത്തിയുടെ മെഷർമെൻറ്റ്സ് വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഞാൻ ഓപ്പൺ ആണ് ചെയ്തിട്ടുള്ളത്. ബാക്ക് സൈഡ് നോർമലായിട്ട് വരുന്നത്. ഇനി ഇതിൽ നിന്നും ബാക്ക് പീസിനെ ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫ്രണ്ട് പീസ് മാത്രമാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒരു പീസ് മാറ്റിയിട്ട് സെയിം മെത്തേഡിൽ തന്നെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, അത് മുഴുവനായിട്ടും കട്ട് ചെയ്തിട്ട് 2 പീസാക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ എഡ്ജ് രണ്ടും നമുക്ക് 1 ഇഞ്ച് വീതിയിലൊന്ന് മടക്കി തയ്ക്കണം കേട്ടോ.
അപ്പോൾ ഇതാ ഈ ഒരു ഭാഗം 1 ഇഞ്ച് വീതിയിൽ 2 സൈഡിലും ഇതുപോലെ മടക്കി തയ്ച്ചെടുക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് ബട്ടൺ വെച്ചിട്ട് ചെയ്തെടുക്കാനാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ നെക്കിൻ്റെ ഭാഗം കോളർ നെക്കായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കോളർ നെക്കിനും ഇതുപോലെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത്. പിന്നെ ഫ്രണ്ട് നമുക്ക് വേണമെങ്കിൽ മൊത്തത്തിൽ ഓപ്പൺ ചെയ്തിട്ട് മാറ്റാം, അല്ലാതെ നമുക്കത് ബട്ടൺ ആക്കിയിട്ട് അങ്ങനെയും വെക്കാം കേട്ടോ. പിന്നെ താഴെ ഭാഗത്തും ചെറിയൊരു ഓപ്പൺ കൊടുക്കുന്നുണ്ട്, ഫുള്ള് താഴെ വരെ ബട്ടൺ വെക്കുന്നില്ല കേട്ടോ. അപ്പം ആ ഒരു ഭാഗമാണ് ഇപ്പം ഇതുപോലെ 2 സൈഡിലും 1 ഇഞ്ച് വീതിയിലാണ് മടക്കി തയ്ച്ചെടുക്കുന്നത്. ഈ ഒരു ഭാഗം തയ്ച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് നെക്കാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സെപ്പറേറ്റ് ചെയ്ത് മാർക്ക് ചെയ്തെടുക്കാം. നമ്മളിത് കോളർ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്, അപ്പം അധികം നെക്കിന് ഡീപ്പ് ഞാൻ കൊടുക്കുന്നില്ല കേട്ടോ. കോളറിൻ്റെ താഴേക്കും ഇതുപോലെ നമ്മൾ ബട്ടണാണ് കൊടുക്കുന്നത്. നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചും അതുപോലെ തന്നെ ഡീപ്പും 3.5 ഇഞ്ചായിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്തെടുക്കുന്നത്. ആ ഒരു ഭാഗം ചെറിയൊരു റൗണ്ട് ഷേപ്പിലായിട്ടാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. കോളർ വെക്കുമ്പോൾ എപ്പോഴും റൗണ്ട് ഷേപ്പ് തന്നെ ആയിരിക്കും നല്ലത്. അപ്പോൾ ഇതാ നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഫ്രണ്ട് നെക്കാണ് കേട്ടോ. ബാക്ക് നെക്ക് ഇനി നമുക്ക് ഇതുപോലെ തന്നെ നെക്കിൻ്റെ വിഡ്ത്തായിട്ട് 3 ഇഞ്ചും ഡീപ്പായിട്ട് ഞാൻ 1 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ കോളർ നെക്കാകുമ്പോൾ നമുക്ക് ബാക്ക് ഇറക്കിയിട്ട് മാർക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ ചെറിയൊരു കർവും കൂടെ ആ ഒരു എഡ്ജ് ഭാഗത്ത് കോർണർ ഭാഗത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു ഭാഗവും കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് നെക്ക് വന്നിട്ടുള്ളത്. ഇത്രയുമാണ് ഞാൻ ബാക്ക് നെക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഷോൾഡറാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഷോൾഡർ രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് ആ ഒരു സ്ലീവ്സിൻ്റെയും ഷോൾഡറിൻ്റെയും ഭാഗം മൊത്തം നമ്മൾ ആ ഒരു ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് സ്ലീവ്സും ഈ ഒരു ഷോൾഡറിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തത് കാരണം തന്നെ നമ്മൾ ആ ഭാഗം ലെങ്ത്തിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എപ്പോഴും ഡബിൾ സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പം നമ്മൾ സ്ലീവ്സിന് വേണ്ടിയിട്ട് ഇവിടെ സെപ്പറേറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. നമ്മൾ ഷോൾഡറിൻ്റെ കൂടെ തന്നെയാണ് സ്ലീവ്സും വരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഞാനിതാ ഈ ഒരു ഭാഗത്തിന് ഇതുപോലെ ഒന്ന് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ടാപ്പ് വെച്ചിട്ടൊന്ന് മെഷർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് എനിക്കിവിടെ 8.5 ഇഞ്ചസാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. രണ്ടായിട്ട് മടക്കിയിട്ടാണ് ഈ 8.5 ഇഞ്ചസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ നമുക്ക് 17 ഇഞ്ചസായിരിക്കും കിട്ടുക. അപ്പോൾ ഞാൻ കോളർ വെച്ചിട്ടാണ് ഈ ഒരു ഭാഗം തയ്ച്ചെടുക്കുന്നത്. അതിനായിട്ട് ഇതുപോലെ ഒരു പീസിനെ 4ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 8.5 ഇഞ്ചാണല്ലോ നമ്മുടെ കോളറിൻ്റെ ലെങ്ത്ത് കിട്ടിയിട്ടുള്ളത്. ആ ഒരു 8.5 ഇഞ്ചും അതിലേക്കൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് ഞാനിവിടെ 9 ഇഞ്ചസ് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അവിടുന്ന് മുകളിലേക്ക് ഒരു 1.5 ഇഞ്ചസും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാ ഇതുപോലെ ആ ഒരു ഭാഗം മൊത്തം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഭാഗം ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് 2 ലെയറായിട്ടാണ് ഈ ഒരു കോളർ, നമ്മുടെ ഷർട്ടിന് എങ്ങനെയാണ് കോളർ വരുന്നത് അതുപോലെയാണ് വരച്ചെടുക്കുന്നത്. ഇനി അതിൻ്റെ ആ ഒരു കോർണർ ഭാഗം ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു ഭാഗത്തും ഞാനൊരു 8.5 ഇഞ്ചാണല്ലോ നമ്മൾ മാർക്ക് ചെയ്തിരുന്നത്. ആ ഒരു ഭാഗം മാർക്ക് ചെയ്തിട്ട് മുകളിലേക്ക് ഒരു 2.5 ഇഞ്ചും കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആ ഒരു ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്തതിനെ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് വരക്കാം. അപ്പോൾ 2 ലെയറായിട്ട് 2 ഷേപ്പിലാണ് ഇത് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് 1 ഇഞ്ചും കൂടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ചെറിയൊരു കർവിലായിട്ട് നമ്മുടെ ആ കോളറിൻ്റെ ഷേപ്പിലൊന്ന് വരച്ചെടുക്കാം കേട്ടോ. ഇതാ ഇത്രേ ഉള്ളൂ നമ്മുടെ കോളർ. ഇനി നമുക്ക് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ തയ്യൽ തുമ്പിനും കൂടി കൂട്ടിയിട്ട് വേണം ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് കോളർ ലെങ്ത്ത് കുറഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ഇതാ കോളറിന് വേണ്ടിയിട്ട് ഇതുപോലെ 2 പീസാണ് കേട്ടോ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടാവുക. അപ്പം അതിൻ്റെ മിഡിലും ഞാൻ ചെറിയൊരു കട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് സെൻറ്റർ ഭാഗം കണ്ടുപിടിക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിനെ നല്ല വശത്തിന് മുകളിലേക്കാക്കിയിട്ട് നല്ല വശം കൂടി വെച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു എഡ്ജൊക്കെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ആ ഒരു കോർണർ ഭാഗമൊക്കെ നമുക്ക് മറിച്ചിട്ടെടുക്കാൻ ഈസി ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്നും കൂടെ ക്രോസ് കട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ മറിച്ചിട്ട് എടുക്കുമ്പോൾ നമ്മുടെ കോളർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. ഞാനിതിന്
സെപ്പറേറ്റ് ആയിട്ട് ക്യാൻവാസോ ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ക്യാൻവാസ് കൊടുക്കുമ്പോൾ നല്ല തിക്നെസ്സിൽ അവിടെ നിൽക്കും. പക്ഷേ എനിക്ക് അത്ര തിക്നെസ് വേണ്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇത് നോർമൽ 2 പീസിൽ ഈ ഒരു ക്ലോത്തിൽ തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാലും കോളർ നല്ല അടിപൊളിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഭാഗം ഞാൻ ചെറുതായിട്ടൊന്ന് അയൺ കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എഡ്ജിലൂടെ ഒക്കെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്ത് എത്ര കിട്ടിയതും കൂടെ ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇവിടെ 18 ഇഞ്ചസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ഇതുപോലെ കോളറിൻ്റെ സെൻറ്റർ ഭാഗം കൂടി വെച്ചിട്ട് ആ ഒരു ഭാഗം പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതെപ്പോഴും ഇങ്ങനെ വെക്കണം, സെൻറ്റർ നമ്മൾ നോക്കിയിട്ട് വേണം എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഇനി ഈ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ വരുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ആ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടി ആ ഒരു എഡ്ജ് ഭാഗം ഒന്ന് മടക്കി തയ്ച്ചെടുത്താൽ മതി കേട്ടോ. ഉള്ളിലേക്ക് ഒന്ന് പുറം മറിച്ചിട്ടൊന്ന് മടക്കി തയ്ച്ചെടുത്താൽ മതി. ഇനി ഒരു ഭാഗമാണ് ഇപ്പോൾ കോളറിൻ്റെ ഒരു സൈഡും നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ നെക്കിൻ്റെ ആ ഒരു ഭാഗം കൂടിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ആ ഒരു ഭാഗം മുഴുവനായിട്ടും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോളറിനെ ഇപ്പുറത്തേക്കൊന്ന് മറിച്ചിട്ട് എടുത്തിട്ട് ഈ ഒരു ഭാഗം കൂടെ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്കൊന്ന് മടക്കിയിട്ട് നമുക്ക് ഒന്ന് പതിച്ചും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഇതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ കോളർ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഏതൊരു ബിഗിനേഴ്സിനും നമുക്ക് കോളർ വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. ഇതുപോലെ കോളറും ഞാൻ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നോക്ക്, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കോളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ ഉള്ളിൽ ക്യാൻവാസ് പേപ്പറൊന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഒരു ഭാഗം നിൽക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, ഫ്രണ്ടിൽ ഞാൻ ബട്ടനാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ ഡീപ്പ് നോക്കിയിട്ട് അവിടെ നിന്ന് താഴേക്ക് ഫുള്ളി ബട്ടനാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇനി ബട്ടൺ വേണ്ടാന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം നമുക്ക് കൂട്ടി ഒന്ന് തയ്ച്ചു കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ സ്ലീവ്സിൻ്റെ ഈ ഒരു എൻഡ് ഭാഗം ഉണ്ടല്ലോ, ഇവിടേക്ക് ഇതുപോലെ ഒരു പീസും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ പാൻറ്റിൻ്റെ പീസാണ് കേട്ടോ, പ്ലെയിൻ ബ്ലാക്ക് ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു പീസ് 2 സൈഡിലും ഞാൻ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു സ്ലീവ്സിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ സൈഡാണ് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതാ ആ ഒരു ഭാഗവും ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടൺ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ ഭാഗം ഒന്ന് മടക്കി തയ്ക്കാനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കഫ്താൻ കുർത്തിയുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. കാണാനും നല്ല അടിപൊളിയായിരുന്നു. വെയർ ചെയ്യാനും നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.